സോ എല്ലാവർക്കും ഗ്രോസിൻ്റെ മറ്റൊരു വീഡിയോയിലോട്ട് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ ഞാൻ പറയാൻ പോകുന്നത് എന്താണെന്ന് വെച്ചാൽ പ്രത്യേകിച്ചൊന്നുമില്ല. ഞാനൊരു സ്നൈപ്പർ ലോബിയിൽ ഒരു ഗെയിം പ്ലേ പോയിട്ടുണ്ടായിരുന്നു. അത് ഞാൻ റെക്കോർഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ എനിക്ക് തോന്നി കണ്ടൻ്റൊന്നും ഉണ്ടായിരുന്നില്ല. അപ്പോൾ എനിക്ക് തോന്നി എന്നാൽ അതന്നെ ഒരു കണ്ടൻ്റാക്കി വിചാരിച്ച്. ഇന്ന് നമ്മളൊരു സ്നൈപ്പർ ആൻഡ് ഷോട്ട് ഗൺ ലോബിയിൽ നമ്മൾ കളിക്കാൻ പോവുകയാണ്. കൂടുതലൊന്നും പറഞ്ഞ് ഉറപ്പിക്കുന്നില്ല, നേരെ നമുക്ക് വീഡിയോയിലോട്ട് പോകാം. അപ്പോൾ ഗൈസ്, ഈ ഗെയിം പ്ലേ നടക്കുന്നത് ഔട്ട് പോസ്റ്റിലാണ്. സ്പോണായപ്പോൾ തന്നെ എന്നെ തട്ടിയിട്ടുണ്ട്. ഇപ്പോഴാണ് ഞാൻ അറിയുന്നത് സ്നൈപ്പർ ഷോട്ട് ഗൺ ലോബിയാണെന്ന്. ഓക്കെ, ഇനി കളി തുടങ്ങാം. സ്നൈപ്പർ വെച്ചിട്ട് കളിക്കുന്നുണ്ട്, പക്ഷേ 7x സ്കോപ്പ് ഇല്ല കേട്ടോ. 5x സ്കോപ്പ് വരെ ഉള്ളൂ. അതെനിക്കിഷ്ടമായില്ല. എന്തായാലും കുഴപ്പമില്ല. ഷോട്ട് ഗണ്ണായിട്ട് ഞാൻ പോകുന്നുണ്ട്. ഫസ്റ്റ് തന്നെ വീണ്ടും ചത്തിട്ടുണ്ട്. സ്വാഭാവികം കളി തുടങ്ങുമ്പോൾ ഇങ്ങനെ തന്നെയാണ്. ഞാൻ സ്നൈപ്പറായിട്ട് ഒരു കില്ല് കൊടുത്തിട്ടുണ്ടായിരുന്നു. അവനെ കൊന്നിട്ടാണ് ഞാൻ ചത്ത്. എന്തായാലും കുഴപ്പമില്ല. ഇവിടെ 2 പേര് ഒരുമിച്ച് വന്ന് നിൽക്കുന്നത്. സ്നൈപ്പറാണ് കൈ കെടുക്കുന്നത്. സ്പാസ് ആയിരുന്നെങ്കിൽ എന്തെങ്കിലുമൊക്കെ ചെയ്യാമായിരുന്നു. സ്പാസ് എടുത്ത പോത്തിനും ഒരുത്ത തന്നെ സ്നൈപ്പറായിട്ട് കൊന്നിരിക്കും. ശരിക്കും ഒരു കില്ല് കിട്ടിയിട്ടോ. ഞാൻ സ്നൈപ്പറായിട്ട് ഒരെണ്ണം എടുത്ത് ഒരു കില്ല് എടുത്തിട്ടാണ് ഞാൻ എടുത്തത്. കുഴപ്പമില്ല. വീണ്ടും സ്പാസാണ് കൈയിരിക്കുന്നത്. സ്പാസായിട്ട് വീണ്ടും വീണ്ടും ഞാൻ പടമായി. കുഴപ്പമില്ല. എപ്പോഴും അതല്ലേ പറയാൻ പറ്റുള്ളൂ, അല്ലാതെ വേറെ ഒന്നും പറയാനില്ലല്ലോ. ഓക്കെ, വീണ്ടും ഞാൻ സ്നൈപ്പറായിട്ട് വന്നിട്ടുണ്ട്. താഴെ ഒരു നൂബി പോകുന്നുണ്ട്. അവനെ ഞാൻ സ്പാസിട്ട് അടിച്ചിട്ടുണ്ട്. ഇനി താഴെ വേറെ ആരെങ്കിലും നോക്കാൻ വേണ്ടിയിട്ട് വീണ്ടും ഞാൻ പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇവിടെ ആരും ഒന്നും കാണാനില്ല. അപ്പോഴത്തേന് വേറൊരിടത്ത് മേലെ നിന്ന് വന്നിട്ട് എന്നെ അടിച്ചിട്ട് ഷേഡ് ഓഫ് ഫൈറ്റർ സൂപ്പർ അടിപൊളി. എന്തായാലും ഈ കളി പൊട്ടാനുള്ള എല്ലാ ചാൻസും കാണുന്നുണ്ട്. മാക്സിമം ഒരു പ്ലസ് എങ്കിലും എടുക്കണം എന്നാണ് എൻ്റെ ഒരു ആഗ്രഹം. വീണ്ടും ഞാൻ സ്പാസിട്ട് അവൻ അടിച്ചിട്ടുണ്ട്. കളി ഇതുവരെയായിട്ട് ഫോം ആയിട്ടില്ല, അതുകൊണ്ടാണ് ഇങ്ങനെ ഇരിക്കുന്നത്. പിന്നെ കുറേ കാലത്ത് കളിച്ചിട്ടുണ്ടായിരുന്നില്ല, അതുകൊണ്ടാണ്. വീണ്ടും ഒരു സ്പാസിട്ട് വീണ്ടും ഒരുത്തൻ്റെ കൊന്നിട്ടുണ്ട്. മേലെ ബ്ലോക്കാക്കി ഞാൻ വരുന്നുണ്ട്. അപ്പോൾ ഗ്യാസ് സൈഡ് ഇട്ടിട്ട് സൈഡിൽ കൂടെ വരുമ്പോൾ അവൻ അടിച്ചിട്ടിട്ടുണ്ട്. സ്പാസ് ഇട്ടിട്ട് സ്നൈപ്പർ എന്ന് കൈയിരിക്കുന്നുണ്ട്. അത് കണ്ടിട്ട് വേഗം ചെന്നതാണ്. വേഗം സ്പാസ് മാറ്റി അടിച്ചിട്ട് ഞാൻ വീണ്ടും സ്പോൺ ആയിട്ടുണ്ട്. ഇതിൻ്റെ മേലെ ഇറങ്ങിയിട്ടുണ്ട്. സ്പാസ് ആയിട്ട് ഞാൻ വീണ്ടും നിന്നിട്ട് നൂബി നിൽക്കുന്നുണ്ട്. അവൻ അടിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് വേറെ ഒരുത്തൻ കയറി വരുന്നത്. ഞാൻ എന്ത് ചെയ്യാനാണ്? കുറേ നേരം വെയിറ്റ് ചെയ്തിരുന്നു. അവനെ കൊന്നു, ഞാനും അവനെ കൊന്നു. എന്തായാലും 2 കിട്ടിയിട്ടുണ്ട്, അത് നന്നായി. വീണ്ടും 4 സെക്കൻഡോളം നമുക്ക് വെയിറ്റ് ചെയ്യാം റീസ്പോൺ ആവാനൊക്കെ. സ്പോൺ ആയിട്ടുണ്ട്. സ്നൈപ്പറിൻ്റെ കയ്യിൽ സ്പാസിട്ട് ഒറ്റയടിക്ക് ചാവുമോ നോക്കട്ടെ. ഓക്കെ, മീല് വെച്ചിട്ട് ചത്തുകൊണ്ട് തോന്നുന്നു. അവൻ്റെ ഇത് വന്നിട്ടുണ്ട്. ഓക്കെ, അവിടെ എടുത്തിട്ടുണ്ട്. അവനെ അടിച്ചിടാൻ നോക്കി. ഓക്കെ, അവനെ അടിച്ചിട്ടുണ്ട്. അവനെ മീല് വെച്ചിട്ട് അടിച്ചിട്ടിട്ടുണ്ട്. എൻ്റെ അടുത്ത് സ്നൈപ്പറായിട്ട് എവിടെ നിന്നോ അടിച്ചിട്ട് പെട്ടെന്നായിരുന്നെല്ലാം. ഓക്കെ, ഇനി വീണ്ടും 4 സെക്കൻഡ് കഴിയണം. ഈ ഗെയിം പ്ലേയിലാണെങ്കിലും എത്ര വട്ടം ചത്തുമെന്ന് എനിക്ക് തന്നെ അറിയില്ല. അമ്മാതിരി വട്ടം വേഗം ചാവുകയാണ് ഈ ഗെയിം പ്ലേയിൽ. ഞാൻ കുറേ മിലി ഷൂട്ടൊക്കെ അടിക്കാൻ നോക്കി. എനിക്കറിയില്ല, അത് ഞാൻ പ്രാക്ടീസ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് എന്തായാലും ഓഫ്ലൈനിൽ. നമ്മൾ സ്പാസിറ്റ് വീണ്ടും കളിക്കുകയാണ്. ഓക്കെ, നമ്മൾ വെയിറ്റ് ചെയ്യണം. സ്പാസിറ്റ് കൂടുതലും വെയിറ്റ് ചെയ്യണം, എന്നാലേ കില്ല് കിട്ടുള്ളൂ. ഞാൻ അധികമൊന്നും റഷ് ചെയ്യാറില്ല സ്പാസിറ്റ്. അവനെ അടിച്ചിട്ടിരിക്കുകയാണ്. സ്വാഭാവികം എനിക്കൊരു കില്ല് പോലും എടുക്കാൻ പറ്റിയില്ല ഈ റൗണ്ടിൽ. എന്തായാലും വീണ്ടും സ്പോൺ ആവട്ടെ. വീണ്ടും ഞാൻ ഇതിലാണ് വന്ന് സ്പോൺ ആയിക്കണം. ഓക്കെ, ഒരുത്തന്നെ സ്പാസിറ്റ് അടിച്ചിട്ടുണ്ട്. എന്തായാലും വീണ്ടും ഞാൻ അതിൽ പെട്ട് EMP പെട്ടിട്ടുണ്ട്. EMP ബോംബിൽ എന്തായാലും ഇവിടെ അടുത്ത് നിൽക്കുന്നുണ്ട്. അവനെ അടിച്ചിടാൻ പറ്റും നോക്കുമ്പോഴത്തേനും അവനെ അടിച്ചിട്ടുണ്ട്. ഹെഡ് ഷൂട്ട് കാര്യങ്ങളൊക്കെ അടിച്ചിട്ട് കാര്യങ്ങളൊക്കെ അടിച്ചിട്ട് എന്നെ അടിച്ചിട്ടുണ്ട്. എന്തായാലും 10 കിലോളം ഞാൻ ഇപ്പോൾ ഓൾറെഡി എടുത്തിട്ടുണ്ട്. എന്തായാലും മൈനസ് ഒന്നും കാണുന്നില്ല, പ്ലസ് ആണ് കാണുന്നത്. എന്തായാലും ഞാൻ വീണ്ടും സ്പാസൊക്കെ എടുത്തിട്ട് വീണ്ടും മാസ് കാണിക്കാൻ വേണ്ടി ഓടിച്ചു തന്നിട്ടുണ്ട്. ഒരു കില്ല് കാര്യങ്ങളൊക്കെ എടുക്കാൻ പറ്റുമോ ഇല്ല. ഇന്ന് ഈ റൗണ്ടിലും ഞാൻ വീണ്ടും ചത്ത് കഴിഞ്ഞിട്ടുണ്ട്. വീണ്ടും വെയിറ്റ് ചെയ്യാം 4 സെക്കൻഡ്. കാരണം നമുക്ക് ഈ ഒരു ഗെയിം പ്ലേയിൽ കാര്യങ്ങളൊക്കെ കുറേ അധികം വിഷയം പറ്റുന്നുണ്ട്, കളിക്കാൻ പറ്റണില്ല. വീണ്ടും ഞാൻ സ്പോൺ ആയിട്ടുണ്ട്. വീണ്ടും നമ്മുടെ നോബിയിൽ നമ്മൾ സ്പാസ് 12 അടിച്ചിട്ടുണ്ട്. ഭാഗ്യം കൊണ്ട് നമ്മൾ എന്തായാലും EMPയിൽ വീണിട്ടില്ല. വീണ്ടും ഞാൻ വെയിറ്റ് ചെയ്ത് നിൽക്കുന്നുണ്ട്. ഓക്കെ, ഒരുത്തൻ വരുന്നുണ്ട്. അവനെ അടിച്ചിടാൻ പറ്റുമെന്ന് എനിക്കറിയില്ല. ഓക്കെ, സ്പാസിട്ട് അടിച്ചിടാൻ പറ്റുമെന്ന് നോക്കി. ഓക്കെ, മില്ലിറ്റ് ഞാൻ അടിച്ച് കൊന്നിട്ടുണ്ട്. അപ്പോൾ തന്നെ സൈഡിൽ നിന്ന് ഒരുത്തൻ തന്നെ അടിച്ചിട്ടുണ്ട്. ഇത് റാങ്ക് ക്രിയേറ്റ് ചെയ്ത റാങ്കാണ്. ഞാൻ ക്രിയേറ്റ് ചെയ്ത റാങ്കല്ല, വേറെ ക്രിയേറ്റ് ചെയ്ത റാങ്കാണ്. അതുകൊണ്ട് തന്നെ ഇതിൽ നല്ല രീതിയിൽ
ഇത് ആമോക്ക് ഇതൊക്കെ കൂട്ടി വെച്ചിട്ടുണ്ട്, പവറൊക്കെ കൂട്ടി വെച്ചിട്ടുണ്ട് ഗണ്ണിന്. സോ ഇവിടെ എടുത്തിട്ടുണ്ട് ശ്വാസമായിട്ട് ഞാൻ അടിച്ചിട്ടുണ്ട്. ഓക്കെ, വീണ്ടും എടുത്ത് നിൽക്കുന്നുണ്ട് ഇവിടെ. അവൻ അടിച്ചിടാൻ പറ്റും, അതിനായിട്ട് മുന്നേ അവന് ഇതാക്കിയിട്ട്, കാരണം സ്നൈപ്പാക്കിയിട്ട് ഞാൻ നല്ല മൂവ്മെൻറ്റ് ചെയ്യുന്നുണ്ട് ഇപ്പോൾ. സോ ഓവർ മൂവ്മെൻറ്റ് ചെയ്യുന്നുണ്ട്, അതുകൊണ്ട് തന്നെ ഞാൻ വന്നിട്ട് തലകുത്തനൊക്കെ നിൽക്കുകയാണ്. എനിക്ക് അടിക്കാൻ പറ്റുന്നില്ല ആ സമയത്ത്, എന്താ അറിയില്ല. ബൂസ്റ്റ് കൂട്ടിയിട്ടുണ്ട്, ഇത് കൂട്ടിയിട്ടുണ്ടെന്ന് തോന്നുന്നു. സോ ഞാൻ വെയിറ്റ് ചെയ്യാണ്. ചെറുതായിട്ട് ഒരു പ്രശ്നം കാര്യങ്ങളൊക്കെ പറ്റിയിട്ടുണ്ടായിരുന്നു ഫോണ് ചെറുതായിട്ട് ഡിസ്പ്ലേ ഒക്കെ പൊട്ടിയിട്ടുണ്ടായിരുന്നു. സോ അതുകൊണ്ട് തന്നെ നല്ല ലാഗ് അടിക്കുന്നുണ്ട്, ഞാൻ നല്ല അമർത്തുന്നുണ്ട്. പക്ഷേ ഫോണ് ഒരു തുള്ളി പോലും അനങ്ങുണ്ടായിരുന്നില്ല. ഞാൻ വേണമെങ്കിൽ സൈഡിൽ ഞാൻ എൻ്റെ ഫോണിൻ്റെ ചിത്രം കാണിച്ചിട്ട് അമ്മാതിരി പൊട്ടൽ പൊട്ടിയിട്ടുണ്ട്. എന്തായാലും എൻ്റെ ഫോണ് അത് കുത്തിച്ച് കയറുന്ന് നിലത്ത് കൊണ്ട് പൊട്ടി. കുറച്ച് നേരം വെയിറ്റ് ചെയ്യേണ്ടി വരും, എന്നാലാണ് ആ ബഗ്ഗൊന്ന് റെഡി ആവുള്ളൂ. ഓക്കെ, സോ ആ ബഗ് കാര്യങ്ങളൊക്കെ പോയിട്ടുണ്ട്, ഒക്കെ സെറ്റാക്കിയിട്ടുണ്ട്. വീണ്ടും കളിക്ക് വന്നിട്ടുണ്ട്. സോ ഇനി ഇതുമായിട്ട് ഒരാൾ പോലും അടിച്ചില്ല എന്നുള്ളത് വേറൊരു സത്യം. ഈ ഗെയിം പ്ലേയിലൊക്കെ ഫുള്ള് സ്നൈപ്പിംഗ് ആവും, ആരും കണ്ടിട്ടില്ല എന്തായാലും. സോ ഒരു കില്ല് ഞാൻ എടുത്തിട്ടുണ്ട് വന്നിട്ട്, ഇതിലോട്ട് താഴത്തെ കില്ലാണ്. സോ വേറെ എടുത്തത് പിന്നെ കൂടെ കൊണ്ട്, അവന് പിന്നെ കൂടെ അടിക്കുമ്പോഴത്തേനും അവനെ കണ്ട്, അപ്പോഴത്തേനും റീലോഡ് വന്ന്. സാറില്ല, ഞാൻ അവനെ സ്പാസ് 12 കൊന്നിട്ടില്ലേ. ഓക്കെ, ലാഗ് അടിച്ചാണ്. ഓക്കെ, അവൻ അടിച്ചിട്ടുണ്ട്. ഓക്കെ, അവനെ ഇത് സ്നൈപ്പ് ചെയ്താവും. ഓക്കെ, വിഷയമില്ല. സോ ഞാൻ വീണ്ടും സ്പാസ് 12 എടുത്തിട്ടുണ്ട്. സോ വീണ്ടും ഒരുത്തനെ രണ്ടുപേരും അവിടെ ഫൈറ്റ് ചെയ്യുന്നുണ്ട്, അതിൻ്റെ ഇടയിൽ പോയിട്ട് കുമ്മനടിക്കാൻ പറ്റുമോ നോക്കുന്നുണ്ട്. സോ ഞാൻ തല എറിഞ്ഞിട്ടൊക്കെയാണ് അടിക്കുന്നത്, നിങ്ങൾ കണ്ടില്ലേ. ഞാൻ തല കഴിഞ്ഞിട്ടൊക്കെ അടിക്കുന്നത്, ഓവറായിട്ട് മൂവ്മെൻറ്റ് വരുന്നുണ്ട്, എന്താണെന്ന് അറിയില്ല. ഇപ്പോൾ റെഡി ആയിട്ടുണ്ട്, കുറച്ച് ദിവസമായിട്ട്. ഞാൻ എന്നൊക്കെ കളിച്ചപ്പോൾ നല്ല റെഡി ആയിട്ടുണ്ട്, വീണ്ടും കളിച്ചപ്പോൾ റെഡി ആയിട്ടുണ്ട്. ഓക്കെ, വീണ്ടും ഞാൻ ഒരു തന്നെ സ്ട്രൈപ്പ് ചെയ്ത് കൊന്നിട്ടുണ്ട്, വീണ്ടും സ്പാസായിട്ട് കൊന്നിട്ടുണ്ട്. അപ്പോൾ തന്നെ ഞാൻ ചത്തിട്ടുണ്ട്, എന്നെ അവൻ അടിച്ചിട്ടുണ്ട്. പിന്നെ ഒരു കാര്യം എന്ന് പറയുന്നത്, എൻ്റെ കയ്യിൽ സ്നൈപ്പിനെക്കാട്ടും കൂടുതൽ സ്പാസാണ് എനിക്ക് കുറച്ചും കൂടി അഡ്വാൻറ്റേജ് കളിക്കാറ്റാണ് അത്. ഓക്കെ, അത് പറഞ്ഞ് ഓക്കെ, നമുക്ക് വീണ്ടും ഗെയിം പ്ലേക്കോട്ട് വരാം. ഓക്കെ, അവനെ അടിച്ചിട്ടുണ്ട്, തലയിരിഞ്ഞ് വന്നിട്ട് നേരെ വന്നിട്ട് അടിച്ചിട്ടുണ്ട്, ഒരിടത്തും കയറിയിട്ടുണ്ട്. ഓക്കെ, അവനെ അടിച്ചിട്ടുണ്ട്. കുറച്ച് സ്പീഡായിട്ട് ഗെയിം പ്ലേ ഞാൻ നോക്കുന്നുണ്ട്. സോ അവസാനം കളി കഴിയുമ്പോൾ എൻ്റെ സ്കോർ 3+ആണ്. എനിക്ക് 19 കില്ല് ഞാൻ എടുത്ത് 16 വട്ടം ഞാൻ ചത്ത് 3+ എടുത്തിട്ടുണ്ട്. സോ ഇനി അടുത്തൊരു വീഡിയോയിൽ കാണാം. സൈനിങ് ഔട്ട്, ഇറ്റ്സ് മീ ഗ്രോസ്.